അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയും. ദീപക്കും ആലോചിക്കണമായിരുന്നു, കെയർഫുൾ ആയിരിക്കണമെന്ന്. അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതിന് നോന്ന് പറഞ്ഞിട്ടില്ല. ഷിംജിത ആ സ്പേസ് യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയർ. ഞാൻ സമ്മതിച്ചു. അതിന്റെ അർത്ഥം ദീപക് അത് ചെയ്തിട്ടില്ല എന്നല്ലല്ലോ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്കൊരു കുട്ടിയുണ്ട്, അത് ബയോളജിക്കൽ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. ഷിംജിതയ്ക്കും ഉണ്ട് ഫാമിലി, മക്കളുണ്ട്. ചിലപ്പം അമ്മയുടെ മുഖം TV-യിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പോലീസ് വരുമ്പോഴൊക്കെ മക്കൾക്ക് ടെൻഷൻ ആയിരിക്കും, കരച്ചിലായിരിക്കും. ഓഫ് കോഴ്സ് അവർക്കും ഫീലിങ്സ് ഉണ്ട്. അതേ ഫീലിങ്സ് ഒരു വീട്ടിലെ വരുമാനം നിന്നപ്പോ ഉണ്ടാവില്ലേ? ആ വീട്ടിലെ മെയിൻ വരുമാനമായിരുന്നു ദീപക്. അതിന് ഭയങ്കര ചബല ആർഗ്യുമെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വരുമാനം നിൽക്കുക എന്നൊക്കെ പറയുന്നതും ഒരു ഇമോഷണൽ സപ്പോർട്ട്, 2 കുട്ടികളുടെ ഗ്രോത്തിന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരിക്കലും അല്ല. അത് നമ്മളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. 2 കൊച്ചു കുട്ടികള്, അത് ടീനേജ് ടൈമിലോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കുട്ടികൾ വളർന്നു തരുമ്പോൾ അതിന്റെ അമ്മ ജയിലിൽ കിടന്ന് അവർക്കുണ്ടാവുന്നു. അവരാലോചിക്കണമായിരുന്നു എന്ന് ഇവർ പറയും. ഞാൻ പറയും ദീപക്കും ആലോചിക്കണമായിരുന്നു, കെയർഫുൾ ആയിരിക്കണമെന്ന്. ദീപക് ഷുഡിന്റ് അയാളെ കൺട്രോൾ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട്, അല്ലെ അവരെ തട്ടി സോറി പറയാനുള്ള അയാൾ പാളി നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിച്ച ഒരു മനുഷ്യനും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. ഞാൻ സംസാരിച്ച 100 കണക്കിന് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ഒരു സ്പേസ് പറയാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറയാൻ പറ്റാത്തത് മോബിന്റെ മെജോറിറ്റി എന്ന് പറഞ്ഞ സ്പേസിനെ പേടിച്ചിട്ടാണ്. അത് മനസ്സിലാക്കാതിരിക്കാനായിട്ട് നമ്മൾ അത്രയ്ക്ക് ബുദ്ധിശൂന്യരായ മനുഷ്യരൊന്നുമല്ല. വി ആർ ലിവിംഗ് ഇൻ ദിസ് കേരള. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ബുദ്ധിശൂന്യരല്ല എന്നാ പറഞ്ഞത്. ആ ബുദ്ധിശൂന്യത കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പർപ്പസ്ഫുള്ളി അവരുടെ അജണ്ടയോട് കൂടി കാണിക്കുന്നതെന്ന് തന്നെ ഞാൻ പറയില്ല സാധാരണക്കാർ അങ്ങനെയാണെന്ന്. സാധാരണക്കാരുടെ വികാരം അവർ ചിലപ്പോൾ അത് അഡ്രസ് ചെയ്യുന്നത് എല്ലാവർക്കുള്ളിൽ ഈ സാധനമുണ്ട്. എല്ലാവർക്കുള്ളിൽ ഈ പറയുന്ന ടിക്ലിഷ് സാധനം അറിയാനും റിയാക്ട് ചെയ്യാനോ അയാളെ കൊടുക്കാനോ ആണെങ്കിൽ പല വഴികളുണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് റിയാക്ട് ചെയ്ത് പോലീസിനെ വിളിച്ച് അയാളെ ഡയറക്റ്റ് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പല വഴികളുണ്ടായിരുന്നു. ശരിക്കും ട്രെൻഡിനൊപ്പം നീയതാണ് ഷിംജിത എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു 4 വീഡിയോ ഒരുമിച്ച് ട്രെൻഡ് ആയിട്ട് ഇത് വന്നപ്പോ ലാസ്റ്റ് വന്നതാണ് ഷിംജിത. ഞാൻ അതിനൊരു ആ ഒരു ഏരിയ ഷിംജിത യൂസ് ചെയ്തെന്നുള്ളതിനെ ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല, ഒരിക്കലും അതിന് നോന്ന് പറഞ്ഞിട്ടില്ല. ഷിംജിത ആ സ്പേസ് യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ക്ലിയർ. ഞാൻ സമ്മതിച്ചു. അതിന്റെ അർത്ഥം ദീപക് അത് ചെയ്തിട്ടില്ല എന്നല്ലല്ലോ. ദീപക് ചെയ്തിട്ടില്ല എന്ന് ഇത്ര ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരോട് മാത്രമേ. ഷിംജിത ചെയ്ത ആക്ഷൻ ഒരാളുടെ മരണത്തിന് കാരണമായതുകൊണ്ട് അത് ഷിംജിത മാത്രം ചെയ്തതല്ല, അത് കണ്ട 27 ലക്ഷം പേരിന് മേലെയുള്ള ആൾക്കാരും അതിന് ഉത്തരവാദികളാണ്. ബിക്കോസ് ദേ വേർ ഏബിൾ ടു സീ ഇറ്റ്. അവർ റിപ്പോർട്ട് ചെയ്തില്ല, അവർ ബ്ലോക്ക് ചെയ്തില്ല, അവരൊന്നും ചെയ്തില്ല, അവർ ഷെയർ ചെയ്തു, അവർ എൻജോയ് ചെയ്തു. അത് ഒരു സ്ത്രീ എന്താണ് എൻജോയ് ചെയ്തത്? അവര് ഒരു സ്ത്രീ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഒരു പുരുഷന്റെ തട്ട് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇതുപോലത്തെ സ്ത്രീകളെ കിട്ടല്ലോ. സ്ത്രീകൾ അപ്രോച്ച് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ അതിനാണല്ലോ. ഒരു പെങ്കൊച്ച് കുറച്ച് ഡാൻസ് കളിച്ചാൽ ഷെയർ ചെയ്യുന്ന ആൾക്കാർ എന്നെ ഇവിടെ മുഴുവൻ. അപ്പൊ ആ മൈൻഡ് സെറ്റ് ഉള്ള മനുഷ്യന്മാര് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നമുക്ക് ഓരോ വ്യക്തികളടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയാൻ പറ്റില്ല. ഇതേ സാധനം ഷിംജിതയുടെ കാര്യത്തിലും ഇതുപോലൊരു വീഡിയോ ചേച്ചി കണ്ടാൽ ചേച്ചി ഷെയർ ചെയ്യില്ലേ? ഇല്ല, ചെയ്യില്ല. എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ഒരു പരിപാടിക്കും ഞാൻ അനാവശ്യം എന്റെ വെറുതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ചെയ്യും. ഐ ഡോണ്ട് യൂസ് ദാറ്റ് സോഷ്യൽ മീഡിയ ഫോർ സ്പ്രെഡ് അനദർ തിങ് വിച്ച് ഐ എം നോട്ട്. എനിക്ക് കൺഫേം അല്ലാത്തതും എനിക്ക് ഉറപ്പില്ലാത്തതുമായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകത്തില്ല. ഇന്ന് വരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അതെന്റെ മറ്റേ സോഷ്യൽ മീഡിയ ഐഡി എടുത്ത് നോക്കിയാലും കാണാം. ഞാൻ സ്ഥിരമായി എഴുതുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് എന്റേതായ സ്പേസ് വേണ്ടതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. ഞാൻ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്നത് ഇതേ പറയുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ സ്പേസുകളെ കുറിച്ച് തന്നെയായിരുന്നു. ഞാൻ ഇടപെട്ടിട്ടുള്ള സ്പേസുകളെ കുറിച്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്ത്രീകളെ കുറിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എന്റെ ജീവിതത്തിലൂടെ പോയി വന്നിട്ടുള്ള സ്ത്രീകൾ, അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അല്ലാതെ പുരുഷ വിരോധിയോ അല്ല പുരുഷനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. സോ വെൻ യു ജസ്റ്റ് സ്ക്രീൻ മീ, വെൻ യു അണ്ടർസ്റ്റാൻഡ് മീ, ആൾക്കാർ പറയാൻ എന്നെ അറിയില്ലെന്ന്. ഞാൻ 10 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്പേസുകളും അങ്ങനെയാണ്. ഇൻ ബിറ്റ്വീൻ മാത്തുക്കുട്ടി ചർച്ചയിൽ വന്നിട്ട് പോയതും അമ്മുനെ ഞാനും കൂടെ മറ്റേ എന്തായിരുന്നു കുട്ടികളെ പേരന്റിങ്ങിനെ കുറിച്ച്, സിംഗിൾ പേരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്പേസ്, ഇതൊക്കെ ഞാൻ അഡ്രസ് ചെയ്തതാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ അഡ്രസ് ചെയ്യും. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ചർച്ചയ്ക്കോ അതിനു വേണ്ടി പ്രഷർ ചെയ്തിട്ട് ഒരു സ്പേസിലേക്കൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? എനിക്കൊരു കുട്ടിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ കുറച്ച് നാളത്തെ റിലേഷൻഷിപ്പേ ഉള്ളായിരുന്നു. എൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ബ്രേക്കപ്പ് ആയിരുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, തിരിച്ചു വന്ന് എൻ്റെ കൂടെ നാട്ടിൽ നിൽക്കുമോ, ഐ നീഡ് എ ഹെൽപ്പ്, അത് ബയോളജിക്കൽ സ്പേസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എനിക്ക് ലീഗൽ ഫോർമാലിറ്റി ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അയാൾ തിരിച്ചു വരാൻ വേണ്ടി. അതിനുള്ള വേറെ റീസൺസും ഉണ്ടാവും.
അപ്പൊ ആ വ്യക്തി തിരിച്ചു വന്ന് നിന്നു. അമ്മന് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ, ഒരു വയസ്സായി കഴിഞ്ഞപ്പോ പുള്ളി തിരിച്ചു പോയി. ഇപ്പോഴും അതായത് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തൊരു സ്പേസിൽ അയാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ട് ഞാൻ അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടോ അയാളുടെ അടുത്ത് മത്സരിക്കാൻ പോയിട്ടോ പൈസ വാങ്ങിച്ചോ അയാളുടെ നോക്കിയിട്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. അമ്മ പേഴ്സൺ ഐ ഗോട്ട് എ ബേബി, ഇറ്റ് വാസ് മൈ ഡിസിഷൻ. ഞാൻ അതിനെ നോക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെയാണ് ആ കുട്ടി വളരുന്നത്. എനിക്ക് വളരെ കുറച്ച് സമയത്തൊക്കെ അവളെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളായിരിക്കും. സോ ഐ എം വർക്കിംഗ് അറൗണ്ട് ആൻഡ് വർക്കിംഗ്. അപ്പൊ എനിക്കിതിനകത്ത് ഞാൻ ഒരു മനുഷ്യനെ മനഃപൂർവ്വം ഹാം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല ഒരു കാര്യം പറയുന്നത്. എനിക്ക് വളരെ വ്യക്തമായ ധാരണ